ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇപ്രകാരം പറഞ്ഞായിരുന്നു. 200 ഡ്യൂക്ക് ബൈക്കുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 150 പേരും മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കേട്ടപ്പോൾ ഇതൊരു അതിശയോക്തിയായിട്ടൊക്കെ നമുക്ക് തോന്നും. ഈ ഇടത്തിലേക്ക് ഐസക് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇടിച്ചൊരു ഡ്യൂക്ക് ബൈക്ക് ഇടിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്തു. കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി പാർട്സുകളെല്ലാം കൊണ്ടുപോയി ദാനം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വാഹന അപകടങ്ങളിൽ കൂടുതലും ചെറുപ്പക്കാരായിരിക്കുമ്പോൾ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് കൂടുതലാണ്. അവർ നമ്മുടെ നിയമത്തിൽ പറയും റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കരുത്. തീർച്ചയായിട്ടും ഇത്തരം ബൈക്കുകൾ 18 ഒരു കൗമാരക്കാരൻ്റെ കയ്യിലൊക്കെ എടുത്തു കൊടുക്കും. വീട്ടിലെ അമിതമായ പ്രഷർ കാരണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. ഇതിൽ കൂടുതലും അപകടത്തിൽപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ വെഹിക്കിൾ ഇവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കസ്റ്റഡി റിലീസ് ചെയ്യാൻ വേണ്ടി വെഹിക്കിൾ റിലീസ് ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി. മിക്കവാറും ഇത്തരം ബൈക്കുകൾക്കൊന്നും പിന്നീട് വെഹിക്കിൾ റിലീസ് ആപ്ലിക്കേഷൻ ഒന്നും വരാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ ഏക ആശ്രയമായിരിക്കുന്ന ഒരു ആൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മാതാപിതാക്കളൊക്കെ ഒരു അസ്ഥിപഞ്ജരങ്ങളായിട്ട് അവർക്ക് അബോധാവസ്ഥയിലാണ് പിന്നെ അവർ ജീവിക്കുന്നത്. അവർ പിന്നെ ഇത് കേസിനും കൂട്ടത്തിനും ഒന്നും വന്ന് ഈ ഒരു വെഹിക്കിൾ റിലീസ് ആപ്ലിക്കേഷൻ ഇട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന എടുക്കില്ല. ഇതവിടെ കിടന്ന് തുരുമ്പിച്ച് ഇങ്ങനെയാണ് അനേക ബൈക്കുകൾ പല പോലീസ് സ്റ്റേഷൻ്റെ പുറകിലും. നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയാൽ മതി. പട്ടണം ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈഡിലൊക്കെ ആയിരുന്നു ആദ്യകാലത്ത്. ഈ വെഹിക്കിളൊന്നും പിന്നെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ബൈക്കിന് വേണ്ട, ഇത് കാണുകയേ വേണ്ട. അവരുടെ ഏക പുത്രൻ മരിച്ചു പോയ ദുഃഖത്തിലൊക്കെ അവരായിരിക്കുന്നതാണ്. അതുപോലെ ന്യൂറോ ഐസിയുകളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ അനേകം ആൾക്കാരെ തലയ്ക്ക് പരിക്കേറ്റ ഈ ബൈക്ക് അപകടത്തിൽ കിടക്കുന്നു. അപ്പോൾ ഈ ഇത്തരം ബൈക്കുകൾ ഒരു ആവേശത്തിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു 2-3 ലക്ഷം രൂപയൊക്കെ വില വരുന്ന ബൈക്കുകളാണ്. കുട്ടികൾ നിർബന്ധിക്കുമ്പോൾ അവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ പിയർ പ്രഷറിൻ്റെ ഒരു കാലമായതിനാൽ അവർക്ക് ഈ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഞാനും എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. പലപ്പോഴും റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിൽ ചെന്ന് പെടുന്നുണ്ട്. മരണം സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വീട്ടിലിടങ്ങി ഒതുങ്ങിയതുകൊണ്ടെന്ന് മാതാപിതാക്കൾ വിചാരിക്കും. പക്ഷേ ആൺകുട്ടികൾ ബൈക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അത്യാവശ്യമാണ് പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ എടുക്കുമ്പോൾ ഇത്തരം ഡ്യൂക്ക് പോലുള്ള വളരെ പവർഫുള്ളായ ബൈക്കുകൾ നമ്മുടെ റോഡുകളിലൊന്നും ഇത്ര സ്പീഡിൽ ഓടിക്കാനൊക്കത്തില്ല. പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ബൈക്കുകൾ വേണമെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് വേണം. നമ്മൾ ആയിരക്കണക്കിന് മറ്റ് വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബൈക്ക് മാത്രം പോകും. അതൊരു കോടീശ്വരനായിരിക്കും ആ വണ്ടി ഓടിക്കുന്നത്. അത്തരംക്കാർക്ക് മാത്രം നല്ല ലൈസൻസ് ഫീസൊക്കെ ഈടാക്കിയിട്ടാണ് ബൈക്കുകൾ അവിടെയൊക്കെ ഓടിക്കാൻ സമ്മതിക്കും. ഇവിടെ നമുക്ക് ഡെവലപ്പിംഗ് നേഷനായ ഇന്ത്യയിൽ നമുക്ക് ഇത്തരം ബൈക്കുകളൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഈ ഡ്യൂക്ക് പോലുള്ള ബൈക്കുകളൊക്കെ വരുമ്പോൾ ഇത് ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ 150 പേരും മരണപ്പെട്ടുകൊണ്ട് 200 ബൈക്കുണ്ടെങ്കിൽ അതുപോലുള്ള സ്പീഡുകളും റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലും കുട്ടികളായിരിക്കുമ്പോൾ അവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് അവയർനെസ്സും കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ അവർക്ക് ഈ ബൈക്കുകൾ കൊടുക്കുക. വളരെ മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്നതായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഏക ആശ്രയം അനേക ബൈക്കുകൾ ഇങ്ങനെ പല പോലീസ് സ്റ്റേഷൻ്റെയും പിന്നാമ്പുറങ്ങളിൽ കിടപ്പുണ്ട്. ഒരാൾ പോലും വെഹിക്കിൾ റിലീസിന് വരാറില്ല. ഇവരുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്നതാണ്. നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ യുവതലമുറയ്ക്ക് ഇത് വലിയൊരു ഇഷ്യൂ ആണ് തന്നെയാണ്.